ഹായ്, വെൽക്കം ടു പഠിക്കാം രസിക്കാം യൂട്യൂബ് ചാനൽ. 3ാം ക്ലാസ്സുകാരുടെ മലയാളം വർക്ക്ഷീറ്റാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നക്ഷത്രവും പൂവും എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു കവിത എടുത്തിട്ടുണ്ട്. പക്ഷേ മഞ്ഞപ്പാവാട എന്ന് പറയുന്ന പാഠത്തിൽ ഒരു പ്രവർത്തനം തന്നിട്ടുണ്ട്. അപ്പോൾ അതാദ്യം ചെയ്യാം. കണ്ടെത്തി എഴുതൂ. അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അത്. മഞ്ഞപ്പാവാടയിലെ പെൺകുട്ടിക്കുണ്ടായ വിഷമമാണ് ഈ വാക്യത്തിലൂടെ സൂചിപ്പിച്ചത്. എന്താണ് ഇതിൽ പ്രത്യേകതയുള്ള ഈ വാക്യത്തിൽ? സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അല്ലേ, അത്രയ്ക്ക് വിഷമായിരുന്നു എന്നർത്ഥം. ഇനി അടുത്ത വാക്യം നോക്കിയേ. എനിക്ക് സങ്കല്പിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അവിടെ നിന്നും കിട്ടിയ സമ്മാനങ്ങൾ. ഇതുപോലുള്ള വാക്യങ്ങൾ വരുന്ന സന്ദർഭങ്ങൾ കണ്ടെത്തി എഴുതുക. അപ്പോൾ കുറച്ച് ഉദാഹരണം എഴുതിയിട്ടുണ്ട്. ഞാൻ ചിന്തിച്ചതിനും അപ്പുറമായിരുന്നു അവൻ്റെ ബുദ്ധി. അവൾ ഊഹിച്ചതിനും അപ്പുറമായിരുന്നു അവരുടെ ഒത്തൊരുമ. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു അവരുടെ വാക്കുകൾ. ആ കുഞ്ഞു മനസ്സിന് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു അമ്മയുടെ വഴക്ക്. അവൾക്ക് ചെയ്യാവുന്നതിനും അപ്പുറമായിരുന്നു അവിടുത്തെ ജോലികൾ. ഞാൻ വിചാരിച്ചതിലും അപ്പുറമായിരുന്നു കാര്യങ്ങൾ. അപ്പം ഇങ്ങനെയുള്ള കൂടുതൽ വരികൾ കണ്ടെത്തി എഴുതുക. ഇനി ഇതാണ് നക്ഷത്രവും പൂവും എന്നുള്ളൊരു കവിത. അപ്പോൾ ഇത് ഈണത്തിൽ ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. നക്ഷത്രവും പൂവും. നക്ഷത്രമൊന്നിനെ കാട്ടി വാനം മുക്കുറ്റിയോടു ചോദിച്ചു, ഉണ്ടോ ഒരെണ്ണം ഇവണ്ണം നിനക്കെന്നോടു മത്സരം കൂടാൻ. താണുപോയല്ലോ ശിരസ്, ചെടിക്കീറനായല്ലോ മിഴികൾ. ഇല്ലായ്മ സമ്മതിക്കുമ്പോൾ വേറെ വല്ലായ്മ എന്തുള്ളു പാരിൽ. അന്നേരമുണ്ടാ ശിരസിൽ ഒരു കുഞ്ഞു പൂവിൻ്റെ വിരിയൽ. രത്നം പതിച്ചതുപോലെ അതിൻ കാന്തി എങ്ങും ചിതറുന്നു. കണ്ണഞ്ചുമാറായി വ്യോമം, മണ്ണിൽ ഇത്രയുണ്ടാവുമോ ചന്തം. നക്ഷത്രമെത്ര നിസ്സാരം, ഇതാ ഭൂമിയിലെ പൊന്നുതാരം. അത്രയും താഴ്മയിൽ നിന്നെ വരൂ ഇത്രയ്ക്കഴകു പൂവിനും. വീരാൻകുട്ടി എഴുതിയൊരു കവിതയാണിത്. അപ്പോൾ എന്താണ് ഈ കവിതയിൽ പറയുന്നതെന്ന് നോക്കാം. നക്ഷത്രവും പൂവും. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഈ കവിതയുടെ ടെക്സ്റ്റിലെ പേജ് ഫുള്ളായിട്ട് എടുത്ത് നോക്കിയാൽ അറിയാം. മുകൾ ഭാഗത്തൊക്കെ കുറച്ച് നക്ഷത്രവും ആകാശമൊക്കെ കാണുന്നുണ്ട് അല്ലേ. താഴെ ഒരു പൂവിൻ്റെ മുക്കുറ്റിപ്പൂവിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നക്ഷത്രം ഒന്നിനെ കാട്ടി വാനം മുക്കുറ്റിയോട് ചോദിച്ചു. വാനം എന്ന് പറഞ്ഞാൽ എന്താ? ആകാശം. അപ്പം നക്ഷത്രത്തിനെ കാണിച്ചിട്ട് ആകാശം മുക്കുറ്റിയോട് ചോദിക്കുകയാണ്, ഉണ്ടോ ഒരെണ്ണം ഇവണ്ണം നിനക്ക് എന്നോട് മത്സരം കൂടാൻ. അതായത് നക്ഷത്രത്തിനെ കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഇതുപോലെ പ്രത്യേകതയുള്ള എന്തെങ്കിലും പ്രത്യേകത നിനക്കുണ്ടോ എന്ന് എന്നോട് മത്സരത്തിന് വരാനായിട്ട്. ആകാശത്തിന് കാണിക്കാനായിട്ട് ആരുണ്ട്? നക്ഷത്രമുണ്ട്. അതായത് നല്ല ഭംഗിയുള്ള നക്ഷത്രങ്ങളുണ്ട്. സോ അതുപോലെ എന്തെങ്കിലും മുക്കുറ്റിക്കുണ്ടോ പ്രത്യേകത എന്ന് ചോദിക്കുകയാണ്. താണുപോയല്ലോ ശിരസ്, ചെടി കീറനായല്ലോ മിഴികൾ. ഇത് കേട്ടപ്പോൾ മുക്കുറ്റി ഒരു പാവം ചെടിയല്ലേ, ചെറിയൊരു ചെടിയല്ല, അതിന് ഭയങ്കര വിഷമായി. അതിൻ്റെ ശിരസ്, തല, അതായത് ശിരസ് എന്ന് പറഞ്ഞാൽ തല താണുപോയി. ഇല്ലായ്മ സമ്മതിക്കുമ്പോൾ വേറെ വല്ലായ്മ എന്തുള്ളു പാരിൽ. കാരണം മുക്കുറ്റിക്ക് വലിയ പ്രത്യേകതയൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്താണ്, തല ഇങ്ങനെ താഴ്ന്നു പോയി. ആളുടെ ഒരു ഇല്ലായ്മ സമ്മതിക്കുകയാണ് ചെയ്തത്. നമ്മളുടെ ഈ ലോകത്ത്, പാരിൽ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഇല്ലായ്മ സമ്മതിക്കുന്നേക്കാൾ വേറെ വലിയൊരു വല്ലായ്മ വേറെ എന്തോ ഉള്ളതെന്ന്. കാരണം ഒരുപാട് പേര് ഇല്ലായ്മയിലൊക്കെ ജീവിക്കുന്നവരുണ്ട്. പക്ഷെ അവർക്കത് ഇല്ല എന്നുള്ളത് പറയുമ്പോൾ ഉള്ളൊരു വിഷമം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അന്നേരമുണ്ടാ ശിരസിൽ ഒരു കുഞ്ഞു പൂവിൻ്റെ വിരിയൽ. അപ്പോഴാണെന്ത്, ഒരു കുഞ്ഞു പൂവ് പെട്ടെന്ന് വിരിഞ്ഞത്. രത്നം പതിച്ചതുപോലെ അതിൻ കാന്തി എങ്ങും ചിതറുന്നു. രത്നത്തിൻ്റെ പോലത്തെ കല്ലുകളൊക്കെ കാണില്ലേ, രത്നം പതിച്ചത്, എന്തൊരു പ്രകാശമായിരിക്കും. അതുപോലെ കുഞ്ഞു പൂവിൻ്റെ കാന്തി, അതിൻ്റെ ഒരു ഭംഗി ഇങ്ങനെ ചുറ്റുപാട് ഇങ്ങനെ ചിതറുന്ന പോലെ തോന്നി. കണ്ണഞ്ചു മാറായി വ്യോമം. വ്യോമം എന്ന് പറഞ്ഞാൽ ആകാശം. ആകാശത്തിൻ്റെ കണ്ണഞ്ചു മാറായി, അത്രയ്ക്കൊരു ആശ്ചര്യഭരിതനായി. മണ്ണിൽ ഇത്രയുണ്ടാവുമോ ചന്തം. അപ്പോൾ ആകാശം ചിന്തിക്കുകയാണ്, ഇത്രയ്ക്ക് ഭംഗി ഉണ്ടാവും. ഒരു നല്ലൊരു പൂവല്ലേ, മുക്കുറ്റിയുടെ കുഞ്ഞു പൂവായാലും അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. നക്ഷത്രം എത്ര നിസ്സാരം, ഇതാ ഭൂമിയിലെ പൊന്നു താരം. അപ്പോൾ ആകാശം ചിന്തിക്കുകയാണ്, നക്ഷത്രമൊക്കെ അപ്പോൾ എത്ര നിസ്സാരമാണ്, ഈ പൂവിനെ വെച്ച് നോക്കുമ്പോൾ ഇതാണ് ഭൂമിയിലെ പൊന്നു താരം എന്ന് പറയാണ്. അത്രയും താഴ്മയിൽ നിന്നേ വരൂ ഇത്രയ്ക്കഴകു പൂവിനും. അപ്പോൾ എന്താണ് കണ്ട, ഒരു ചെറിയ മുക്കുറ്റി ചെടിയുമ്പോൾ പോലും നല്ലൊരു അഴകുള്ളൊരു പൂവുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഇല്ലായ്മയിൽ ഇതൊന്നും വിഷമിക്കരുത്. തന്നെയല്ല, ഇപ്പോൾ ആകാശം ഇവിടെ മുക്കുറ്റിച്ചെടിയോട് ചോദിച്ചിട്ട് സ്വയം അഹങ്കരിക്കായിരുന്നല്ലോ. എനിക്ക് നക്ഷത്രമുണ്ട്, നിനക്ക് ആരാണുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിച്ച്. അപ്പം അങ്ങനെയൊന്നും ഇല്ലാത്തവരോട് ചോദിച്ച് അവരെ അപമാനിക്കാൻ പാടില്ല എന്നാണ്
ഈ പാഠത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു ആശയം മെയിനായിട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇത് എഴുതിയത് വീരാൻകുട്ടിയാണ് കേട്ടോ. ഇനി പകരം പദങ്ങൾ കണ്ടെത്താം. ഈ ഒരു പ്രവർത്തനം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താഴെ പറയുന്ന പദങ്ങൾക്ക് പകരമായി കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ കണ്ടെത്തുക. അപ്പോൾ ആകാശം, അതുപോലെ കണ്ണ്, ഭംഗി, നക്ഷത്രം, പൂവ്, അപ്പം ഇതിനൊക്കെ പകരമായിട്ട് കവിതയിൽ വേറെ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആകാശത്തിന് പകരമായിട്ട് വാനം, പിന്നെ വ്യോമം എഴുതാട്ടോ. വ്യോമം എന്ന് പറഞ്ഞിട്ടൊരു വാക്കും കൂടിയുണ്ട്. അതുപോലെ കണ്ണിന് പകരമായിട്ട് മിഴി, പിന്നെ ഭംഗിക്ക് പകരം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? കാന്തി, അഴക്, ചന്തം. ഇതൊക്കെ ഭംഗി എന്നുള്ള അർത്ഥം വരുന്ന വാക്കുകളാണ്. നക്ഷത്രം അതിന് പകരം താരം എന്ന് ഉപയോഗിക്കാം. പിന്നെ പൂവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുഷ്പം എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ കവിതയെ ബേസ് ചെയ്ത് കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ആരുടെ മിഴികളാണ് ഈറനായത്? ഇവിടെ ആരുടെ മിഴികളാണ് ഈറനായി കരഞ്ഞത്? മുക്കുറ്റിയുടെ അല്ലേ. എന്താണ് കവിതയിൽ വല്ലായ്മയായി പറയുന്നത്? ഇല്ലായ്മ സമ്മതിക്കുന്നതാണ് ഏറ്റവും വലിയ വല്ലായ്മ എന്നാണ് പറയുന്നത്. കുഞ്ഞു പൂവിൻ്റെ ഭംഗിയെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? രത്നത്തിനോടാണ് അല്ലേ. രത്നം പതിച്ചതുപോലെ എന്നല്ലേ പറയുന്നത്. ഇനി മുക്കുറ്റിയുടെ ശിരസ് താണു പോയപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു കുഞ്ഞു പൂവ് പെട്ടെന്ന് വിരിഞ്ഞു. ആ മുക്കുറ്റിയുടെ വിഷമം മനസ്സിലാക്കിയിട്ട് ഒരു പൂവ് വിരിഞ്ഞു അല്ലേ. ഇനി ഇതുപോലെയുള്ള കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ കണ്ടെത്തി കവിത കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങളൊക്കെ ഇങ്ങനത്തെ ചെറിയ ചെറിയ ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കി എഴുതുക കേട്ടോ. കാരണം ഇപ്പോൾ ആശയം പിടികിട്ടിയില്ല എന്തോ സംഭവം എന്ന്. കാരണം ആകാശം ഇങ്ങനെ മുക്കുറ്റിയോട് ചോദിക്കുകയാണ്, എനിക്ക് നക്ഷത്രം ഉണ്ട് ഇവിടെ നല്ല മിന്നിത്തിളങ്ങുന്നത്, ഇതുപോലെ നിനക്ക് എന്താ ഉള്ളതെന്ന് ചോദിക്കുകയാണ്. മുക്കുറ്റിക്ക് അത് കേട്ട് വിഷമമായിട്ട് തല ഇങ്ങനെ താഴ്ന്നു പോയി. അപ്പോൾ മുക്കുറ്റിയുടെ വിഷമം കണ്ടോ എന്താണ് ഒരു കുഞ്ഞു മനോഹരമായിട്ടുള്ളൊരു പൂ വിരിഞ്ഞു, രത്നം പോലെ മനോഹരമായൊരു പൂവ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ആകാശത്തിന് ഇപ്പം നക്ഷത്രമൊന്നുമല്ല, പൂവിന് നല്ല ഭംഗിയുണ്ടെന്ന് തോന്നി. അപ്പോൾ അതാണ് എന്താ പറയുക, ഇല്ലായ്മയൊക്കെ ഉണ്ടെങ്കിലും നല്ലൊരു അത്രയും താഴ്മയിൽ നിന്ന് പോലും നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു പൂ വിരിയാനായിട്ട് സാധിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.